Hi all, welcome to Study with PSC അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ഓപ്ഷൻ ബി ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ഓപ്ഷൻ എ 3 വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ഓപ്ഷൻ ബി 24 മണിക്കൂർ. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂർ. നെൽസൺ മണ്ടേല റൂൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഓപ്ഷൻ എ 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഓപ്ഷൻ എ 1 വർഷം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഓപ്ഷൻ സി തവനൂർ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ഓപ്ഷൻ എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ഓപ്ഷൻ ബി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. കേരള സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി. ഓപ്ഷൻ ബി 6 വയസ്സ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഫ്രോയിഡ്. മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി ഉത്കണ്ഠ, ആൻസൈറ്റി. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഗാർഡനർ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനർ. ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികനാര്? ഓപ്ഷൻ എ ബന്ദുര. ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികനാര്? ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണ ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ പെട്ടതേത്? ഓപ്ഷൻ ഡി ആത്മസംതൃപ്തി.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടതേത്? ആത്മസംതൃപ്തി. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠന ആവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടിച്ചട്ടം ഏതാണ്? ഓപ്ഷൻ എ 432(6). തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠന ആവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടിച്ചട്ടം ഏതാണ്? 432(6). അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും മനുഷ്യാവകാശ കമ്മീഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അത് സ്പെഷ്യൽ ടോപ്പിക്കിലും ജനറൽ ടോപ്പിക്സിലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? ഓപ്ഷൻ ബി കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർമാരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അതും കൂടെ ഓർത്തു വയ്ക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്? ഓപ്ഷൻ സി ഫീസ് ഒടുക്കേണ്ടതില്ല. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് ഒടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ഓപ്ഷൻ ഡി കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി? ഓപ്ഷൻ എ 3 വർഷം. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുന്നതോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 25,000 രൂപ.
വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ എത്രയാണ്? 25,000 രൂപ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ ശില്പികൾ. താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ശില്പികൾക്ക്. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി പാരിസ്ഥിതികം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ഓപ്ഷൻ ഡി ഇച്ഛാഭംഗം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആന്തരിക അഭിപ്രേരണ. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്